ആകുരിശാണ്. നമസ്കാരം. ഞങ്ങളിപ്പോൾ തിരുവണ്ണാമല കാണുന്ന രീതിയിലാണുള്ളത്. ഉദ്ദേശം ഒരു 9-10 കിലോമീറ്റർ ദൂരമാണ്. അന്ന് വന്നപ്പോൾ വേറൊരു ഡയറക്ഷനിൽ നിന്നാണ് വന്നതെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ വേറെ ഡയറക്ഷനിൽ നിന്നാണ് ഞങ്ങൾ മല കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തേങ്ങ വെച്ച് എനർജി നോക്കാം. അപ്പോൾ ഇത് തിരുവണ്ണാമലയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ തേങ്ങ ഇത് ചെയ്യുമ്പോൾ ഇത്രയും ദൂരെ ഈ മലയുടെ ഇത് വരുന്നു. ഇനി ഇവിടെ നിന്ന് തന്നെ ക്ലോക്ക് വൈസിൽ ഞാനൊന്ന് തിരിക്കുകയാണ് ഈ തേങ്ങ. എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇത് തന്നെ വെച്ചിട്ട് കേട്ടോ. ക്ലോക്ക് വൈസിൽ തിരിക്കുകയാണ് തേങ്ങ. തേങ്ങ ഇപ്പോൾ ആയത് കാണാം. ഇനി ഞങ്ങൾ മലയുടെ ഭാഗത്തേക്ക് തിരിക്കുന്നു. തിരുവണ്ണാമലയുടെ പ്രഭാവം ഇതാണ്. ഈ കയ്യിൽ അതിൻ്റെ വൈബ്രേഷൻ അറിയുന്നുണ്ട്. തേങ്ങ ഇതാകുന്നുണ്ട്. അതിൻ്റെ ദിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ അതിൻ്റെ ആ തേങ്ങയുടെ ആ ഇത് എനർജി സെൻസ് ചെയ്യുന്നത് കുറയും. ഇവിടെയൊന്നും എനർജി ഇല്ല. ഇങ്ങനെ വരുമ്പോൾ തേങ്ങയുടെ ഇത് എനർജി കാണുന്നു. ഇവിടെ ഒന്നുമില്ല. പക്ഷേ തിരുവണ്ണാമലയുടെ ഇതിലേക്ക് തിരിക്കുമ്പോഴത്തേക്ക് എനർജി തേങ്ങ ഇതാകുന്നു. ഓഹല്ലേ. 2 തേങ്ങയും വെച്ച് നോക്കാം 2 കൈയിലും. ഇതാണ് തിരുവണ്ണാമലയുടെ എനർജി. തേങ്ങ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കും. ഇത് കുറച്ച് പേര് ചെറിയ ദക്ഷിണ അയച്ചു തന്നു. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഈ തേങ്ങ വെച്ച് എനർജി നോക്കണതിൻ്റെ ഗുരുദക്ഷിണയെന്ന് പറഞ്ഞ് ചെല്ലിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതും പറയുന്നു ഇതിൻ്റെ കൂടെ. അത് ഞാനിത് ചെയ്യുന്ന കണ്ടാണ് മനസ്സിലാക്കിയത്. അവരത് പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ്. ഇത് 2 കൈയിലും ഞാൻ തേങ്ങ പിടിച്ചിരിക്കുക. തേങ്ങയുടെ ചലനങ്ങൾ കാണാം. തേങ്ങ ആ എനർജി സെൻസ് ചെയ്യുന്നത് അറിയാൻ പറ്റും. ഓക്കെ. ഇത് ഉദ്ദേശം ഒരു 10 കിലോമീറ്റർ 9-10 കിലോമീറ്ററിനുള്ളിലാണ് ഈ ദൂരം. ഇത് സേലത്തുനിന്ന് വന്ന് തിരുവണ്ണാമലയ്ക്ക് പോകുന്ന റൂട്ടാണ്.